എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ വീഡിയോ നിഫ്റ്റിയുടെ ഇൻട്രാഡേ ലെവൽസ് പർപ്പസിലാണ്. നമ്മൾ ഇൻട്രാഡേ ലെവൽ ഡിസ്കസ് ചെയ്യാനാണ് ഇതിനകത്ത് ഫോർ ലേണിംഗ് പർപ്പസ്. ഓക്കെ, സോ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ചേഞ്ചസ് ഒന്നും കൊടുത്തിട്ടില്ല. ആസ് യൂസ്വൽ ഇന്നലത്തെ പോലെ തന്നെയാണ്, ഇന്നലത്തെ വീഡിയോ പോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ ലെവൽസൊക്കെ വരച്ചേക്കുന്നത്. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു. ഓക്കെ, സോ എക്സ്പ്ലെയിൻ ചെയ്ത മുന്നേ താങ്ക്സ്. കമൻറ്റ് ചെയ്യുന്ന ആളുകൾ, ലൈക്സ് ചെയ്യുന്ന ആളുകൾ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കും കോൺഫിഡൻസ് കിട്ടും കേട്ടോ. എനിക്ക് ഒരു നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ആളുകൾ കാണുന്നുണ്ട്, ലൈക്സും ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഹാപ്പിനെസ്, ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. സോ എല്ലാവരും ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോസ്. ഞാൻ ലെവൽസ് വെറുതെ അല്ലല്ലോ, നോർമലി ആരും അങ്ങനത്തെ ലെവൽസ് ഷെയർ ചെയ്യുന്നില്ല. ഞാൻ വീഡിയോ ഉണ്ടാക്കി ലെവൽസും ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻട്രാഡേ ലെവൽസും ഞാൻ ഇൻട്രാഡേയിലും ലെവൽ ചെയ്യാറുണ്ട്. ഇൻട്രാഡേയിൽ കമൻറ്റ് സെക്ഷൻ, നമ്മുടെ കമൻറ്റ് യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും മുകളിൽ. അതിൽ ന്യൂവെസ്റ്റ് റൈറ്റ് സൈഡിലുണ്ടാവും. ന്യൂവെസ്റ്റിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഞാൻ അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന ആ ഒരു കമൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ വീഡിയോയിൽ കിടക്കാം. ഞാൻ ഇന്നലെ നമ്മുടെ ഈ ലെവൽസൊക്കെ ഞാൻ ഓൾമോസ്റ്റ് കൊടുത്തായിരുന്നു. ഇന്നലെ ആക്ച്വലി ഗ്യാപ്പ് അപ്പ് ആയി. അവർ ട്രാപ്പ് ചെയ്യുന്നുണ്ട്, നോ പ്രോബ്ലം. നമുക്ക് അവർ ഗ്യാപ്പ് അപ്പ് ആക്കിയപ്പോൾ തന്നെ ഞാൻ കാലത്ത് തന്നെ ഒരു കമൻറ്റ് ബോക്സിൽ ഞാൻ കമൻറ്റ് ചെയ്തായിരുന്നു. നമ്മുടെ ആ ലെവൽ 25,080 ഞാൻ ലെവൽ കൊടുത്തായിരുന്നു. 25,080 എക്സാക്റ്റ് ആ ഒരു ലെവൽ തന്നെയാണ് ഇന്ന് ഹൈ ആയിരുന്നു. ഇന്ന് ഡേ ഹൈ ആയിരുന്നു. എക്സാക്ട്ലി സൂപ്പർ ഹൈ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ അതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആകുമ്പോഴത്തേക്ക് ലെവൽസ് ആക്ച്വലി ഇൻട്രഡേയിൽ യൂഷ്വലി മാറാറുണ്ട്. ഒരു 10-25 പോയിൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രഡേയിൽ ലെവൽസ് നിങ്ങൾ കൊടുക്കുന്നത്. കാരണം അത് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഗ്യാപ്പ് അപ്പ് ആയി കഴിഞ്ഞാൽ മീൻസ് ഗ്യാപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 50 to 80 നിഫ്റ്റിയിലാണ് ഞാൻ പറയുന്നത്. 50 to 80 പോയിൻറ്റ്സ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ലെവൽസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് മാറാറുണ്ട് നോർമലി. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ അങ്ങനെ അപ്പോഴും അങ്ങനെ മാറും, സപ്പോർട്ട് മാറും, കുറച്ചുകൂടി ഇറങ്ങി വരും. ഫ്ലാറ്റ് ടു ഓൾമോസ്റ്റ് ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ ദെൻ ഇഷ്യൂ അല്ല. ബട്ട് വലിയൊരു അതാകുമ്പോഴത്തേക്ക് ഗ്യാപ്പ് ഇത് മാറും, വ്യത്യാസം ലെവൽസൊക്കെ മാറും. ഓക്കെ, സോ അത് കമൻറ്റ് ബോക്സിൽ ഇത് റെഗുലർ നോക്കിക്കൊണ്ടിരിക്കുക എല്ലാവരും കൂടി. അങ്ങനെയാണ് എനിക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മുടെ നമ്മുടെ ഇന്നലത്തെ ലെവൽസ് ചെക്ക് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് മോർണിംഗ് തന്നെ മുകളിൽ നിന്ന് തന്നെ റീട്രേസ്മെൻറ്റ് കണ്ടോ, മുകളിൽ ഗ്യാപ്പ് അപ്പ് ആയി അവിടെ വരെ പോയി ഹൈ. ദെൻ എക്സാക്റ്റ് അവിടെ നിന്ന് ഞാൻ കൊടുത്ത ഒരു ലെവൽ 25,080 അവിടെ നിന്ന് കറക്റ്റ് റിജക്റ്റ് ആയി. പിന്നെ അങ്ങോട്ട് പോയേയില്ല. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ 15 മിനിറ്റ്സ് കാൻഡിൽ ഡേ ലോ ബിലോ സസ്റ്റെയിൻ ആയാൽ മാത്രമേ നമുക്ക് വീക്ക്നെസ് ആവുള്ളൂ. ബട്ട് വീണ്ടും ഒരു ബൗൺസ് എക്സ്പെക്ട് ചെയ്തതിനാണ്. രണ്ടാമത്തെ ബൗൺസ് വന്നു. ദെൻ അവിടെ നിന്ന് വീണ്ടും താഴേക്ക് വന്നു. ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തത് ഞാൻ ഞാൻ 25,050 വരെ ബൗൺസ് എക്സ്പെക്ട് ചെയ്തതിനാണ്. ബട്ട് അങ്ങനെ ചെയ്തില്ല, അവർ ട്രാപ്പ് ചെയ്തു. പിന്നെ ഡേ ലോ ബിലോ സസ്റ്റെയിൻ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴേക്ക് ഫോൾ. പിന്നെ വേറൊരു സംഭവം ഞാൻ ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞ് ഞാൻ കമൻറ്റ് ചെയ്തായിരുന്നു. നമ്മൾ ട്രെൻഡ് ലൈൻ ഞാൻ വീഡിയോയിൽ കൂടെ ട്രെൻഡ് ലൈൻ വരച്ച് വെക്കുക. അത് കറക്റ്റ് അവിടെ നിന്ന് കറക്റ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇന്ന് അവിടെ നിന്ന് കണ്ടോ. ഈ 1 ടാപ്പ്, സെക്കൻഡ് ടാപ്പ് ആൻഡ് തേർഡ് ടാപ്പാണ് ഇന്ന്. സോ ഇനി മെയിനായിട്ട് പറയാനുള്ളത് ഇത് സപ്പോർട്ട് ലൈനായി. പിന്നെ ഇവിടെ നിന്ന് മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈനിൽ വരച്ച് വെക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതൊരു ഓൾമോസ്റ്റ് ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു പീനൻറ്റ് ടൈപ്പ് ആ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി മാർക്കറ്റിൽ ഏത് ചാർട്ടിൽ ഇങ്ങനെ പാറ്റേൺസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ ചാർട്ടിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കും. മീൻസ് ഫസ്റ്റ് ടാപ്പ്, സെക്കൻഡ് ടാപ്പ്, ഇനി തേർഡ് ലെഗ് കംപ്ലീറ്റ് ആവാൻ ആ തേർഡ് ടാപ്പ് എങ്ങാണ്ട് ടച്ച് ചെയ്യണം. മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് മുകളിലേക്ക് തന്നെയാണ്. സോ നമ്മൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഒരു ചെറിയ SL വെച്ചിട്ട് നമുക്ക് അത് പ്ലേ ചെയ്യാം. കാരണം ചിലപ്പോൾ ഫ്ലാറ്റ് ടു ഗ്യാപ്പ് അപ്പ് വലിയ പോയിന്റ്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് താഴെ വരുമ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് എടുക്കും. ദെൻ തേർഡ് ടാപ്പ് എടുക്കാൻ മുകളിൽ പോകും. നമ്മൾ നേരത്തെ എല്ലാ പാറ്റേൺസും നമ്മൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് അത് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും. ചെറിയ SL വെച്ച് നമുക്ക് ഇത്ര വലിയ പ്ലേ ചെയ്യാം. ഓക്കെ, ഇത് നിഫ്റ്റി ചാർട്ടിൽ നമുക്ക് എത്ര വലുതായിട്ട് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ദാറ്റ് മീൻസ് ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യും ഇവിടെ വരെ. ഓക്കെ, ഈ ചാർട്ടിലല്ല, എല്ലാ ചാർട്ട്സിലാണ് ഞാൻ പറയണത്. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ആണെങ്കിൽ, ഓപ്ഷൻസ് ആണെങ്കിൽ, വേറെ ചാർട്ട്സ് പാറ്റേൺ ആണെങ്കിൽ, നമുക്ക് എല്ലാത്തിനും ഇങ്ങനെ ചാർട്ടെല്ലാം നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഐഡിയ നമുക്ക് ഫുൾ വേണമെങ്കിൽ പ്ലേ ചെയ്യാം. മനസ്സിലായോ? സോ ഇങ്ങനെ വേണമെങ്കിൽ പ്ലേ ചെയ്യാൻ. ഇനി നാളെ പിന്നെ ഇത് ബ്രേക്ക് ചെയ്യണം. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ താഴത്തെ ലെവൽസ് നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, പിന്നെ ബുള്ളിഷ്നെസ് വരുന്നത് എപ്പോഴാണ്? നാളെ 25,080 അബവ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുകളിൽ
25,130 ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ലെവൽ. അത് നല്ല ഒരു റെസിസ്റ്റൻസ് ആണ് 25,130. ഓക്കെ, അത് ലെവൽ ഈ ബ്ലൂ ലൈനാണ്. ഞാൻ അത് റെഡ് ആക്കി എടുക്കാം. ഇപ്പോൾ അത് മാർച്ച് ചെയ്ത് വെച്ചേക്കണം. പിന്നെ ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ചെയ്യാൻ ദാറ്റ് മീൻസ് ഈ ഒരു പാറ്റേണിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടും. മനസ്സിലായി? ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടും. ദെൻ മുകളിലത്തെ ലെവൽസ് 50-50, ദെൻ അതിന് 25,200 ആൻഡ് 300 വരെ മാർക്കറ്റ് പിന്നെ ഓപ്പൺ ആയിരിക്കും. അങ്ങനെ വേണം പ്ലേ ചെയ്യാൻ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാനതിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഓർ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കമൻറ്റ് ചെയ്തേക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ തീർച്ചയായിട്ടും ഞങ്ങൾ തരും. പിന്നെ ലെവൽസ് ഡെയിലി ചെക്ക് ചെയ്യുക. ഞാൻ ഡെയിലി കമൻറ്റ് സെക്ഷനിൽ ഞാൻ ലെവൽസ് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻട്രാഡേയിൽ റെഗുലർ ആക്ച്വലി അങ്ങനെ മാറിക്കൊണ്ടിരിക്കും ലെവൽസ്. സോ ഞാൻ അങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട്. ഞാൻ നാളെയും മാക്സിമം ഞാൻ ട്രൈ ചെയ്യും കമൻറ്റ് സെക്ഷനിൽ അത് കമൻറ്റ് ചെയ്യാൻ. നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ലൈക്സും ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എനിക്ക് കമൻറ്റ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഒരു എന്തെങ്കിലും ഒരു മനസ്സിൽ സന്തോഷം കിട്ടേണ്ട അങ്ങനെ. ഓക്കെ, സോ എല്ലാവരും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു സോ മച്ച്.